ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു വർണ്ണപ്പമ്പരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അത് ഞാൻ സ്വന്തമായിട്ട് വരച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ എടുത്ത് കളേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കുമായിരുന്നു. വളരെ ഈസി ആയിട്ട് അങ്ങ് നിർമ്മിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു സ്ഥിതിഗതികൾ മനസ്സിലായത്. എൻ്റെ പ്ലാനിങ് ഒന്നും ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ടാകുന്നില്ല. കളറൊക്കെ ആകെ ഫെയ്ഡായി. പെട്ടെന്ന് ഞാൻ പിന്നെ പ്രിൻറ്റിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രിൻ്റ് എടുത്ത് ഇതൊരു CD-യിൽ ഒട്ടിച്ചു. എന്നിട്ട് ഒരു പേന എടുത്ത് കറക്കി നോക്കി. അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഇത് ഈ സ്പീഡിന് കറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. ഞാനൊരു നൂലൊക്കെ എടുത്ത് യോയോ പോലെയൊക്കെ ഇത് സെറ്റ് ചെയ്തൊന്ന് കറക്കി നോക്കി. പക്ഷേ നോട്ട് വർക്കിംഗ്. ഇനി ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വാപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ വാപ്പ് വന്നപ്പോൾ കാര്യം അവതരിപ്പിച്ചു. ഗൈസ് സാധനങ്ങളൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഗൈസ് നിമിഷങ്ങൾക്കകം പണി തുടങ്ങി. CPU-നകത്തുനിന്ന് മുമ്പ് നമ്മൾ ഇളക്കിയ മോട്ടർ ഇതിനായി ഉപകാരപ്പെട്ടു. ഈ മോട്ടർ നേരെ ഒരു USB-ലോട്ട് കണക്ട് ചെയ്ത് അത് ചാർജർ അഡാപ്റ്ററുമായിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കുറച്ച് കണക്ഷൻ ഇഷ്യൂസൊക്കെ നേരിട്ടു. അങ്ങനെ ഒടുവിൽ എൻ്റെ പമ്പരത്തിൻ്റെ പണികൾ പൂർത്തിയായി ഗൈസ്. ഇനി നമുക്ക് കറക്കി നോക്കണം. സ്വിച്ച് ഇട്ടോ, പമ്പരം കറങ്ങി ഗൈസ്. പ്രകാശത്തിലെ ഈ വിബ്ജിയോർ ഘടകവർണ്ണങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന നിറം വൈറ്റ് ആണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. നമ്മൾ ഈ നേക്കഡ് ഐസ് വെച്ച് കാണുമ്പോൾ ഇത് കറക്റ്റ് വൈറ്റ് തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ടായിരിക്കും. അങ്ങനെ വിജയകരമായി എൻ്റെ വർണ്ണപ്പമ്പരം പൂർത്തീകരിക്കുകയാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ വാപ്പു. ബൈ ഗൈസ്.